ഒരു വ്യക്തി കാണിക്കുന്ന തന്തയ്ക്ക് പറക്കാഴിക കാരണം ഒരു സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു സമൂഹത്തിലുള്ള എല്ലാ ആളുകളെ അത് നെഗറ്റീവ്ലി ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ബിക്കോസ് ഈ പറയുന്ന വിനായകൻ്റെ തന്തയ്ക്ക് പറക്കാഴിക കാരണം ഈ വിനായകൻ ഈ പരിപാടി കാണിക്കുമ്പോൾ പല ആളുകളും വേടനെതിരെ സംസാരിച്ചുകൊണ്ട് മുന്നിലേക്ക് വരും. ഈ വേടനെതിരെയുള്ള സംസാരങ്ങൾ വരുമ്പോൾ ഇത് കോടതിയിലേക്ക് പോകുന്ന സമയത്ത് കോടതി നോക്കുമ്പോൾ പലതവണ താക്കീത് കിട്ടിയിട്ട് ഇവർ ഈ പരിപാടി തന്നെ ചെയ്യുന്നു. പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ എന്തുകൊണ്ട് പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നോക്കുമ്പോൾ അതിനകത്ത് വരുന്നത് ഈ ജാതി സംവരണം അല്ലെങ്കിൽ ഈ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഈ പരിപാടികൾ കൂടുതൽ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിലേക്ക് എത്തുകയും പിന്നീട് അതിനുശേഷം ഈ സംവരണം ഇവർക്ക് വേണോ വേണ്ടെന്നുള്ള ചോദ്യങ്ങളിൽ കൂടി ആ സംവരണം എടുത്ത് കളയാനായിട്ടൊരു വലിയൊരു ചാൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മുന്നിൽ കാണുമ്പോൾ തന്നെ അറിയാം, അല്ലെ ഇങ്ങനത്തെ പരിപാടികൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ വിനായകൻ നിർത്താതെ ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്ന വിനായകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ വലിയ മുന്തിയ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്, അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. കാരണം വിനായകന് പലതവണ പല വിഷയങ്ങളിലും കേസ് വന്നിട്ടും ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ വിദ്വേഷ പരാമർശം നടത്തി, പിന്നീട് VS അച്യുതാനന്ദൻ മരിച്ചപ്പോൾ വിദ്വേഷ പരാമർശം നടത്തി, പിന്നീട് അതിനുശേഷം അടൂർ ഗോപാലകൃഷ്ണൻ യേശുദാസിനെ പറ്റി